തൃശൂർ വടക്കാഞ്ചേരി കുണ്ടന്നൂരിലെ വെടിക്കെട്ട് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ തൊഴിലാളി മരിച്ചു. പാലക്കാട് കാവശ്ശേരി സ്വദേശി മണികണ്ഠനാണ് മരിച്ചത്. സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. അപകടം ഡെപ്യൂട്ടി കളക്ടർ യമുന ദേവി അന്വേഷിക്കും. വടക്കഞ്ചേരി കമ്പളങ്ങാട് ഇന്നലെ വെടിക്കെട്ടുപുരയിലുണ്ടായ ഉഗ്രസ്ഫോടനത്തിൽ ഗുരുതര പരിക്കേറ്റ പാലക്കാട് കാവശ്ശേരി സ്വദേശി മണികണ്ഠൻ ഇന്ന് പുലർച്ചെയാണ് മരിച്ചത്. മണികണ്ഠന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. അപകടത്തിൽ 2 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ലൈസൻസി ശ്രീനിവാസൻ, സ്ഥലമുടമ സുന്ദരാക്ഷൻ എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരമാണ് അറസ്റ്റ്. ബോംബ് സ്ക്വാഡും ഫോറൻസിക് ടീമും സ്ഥലം പരിശോധിച്ചു. അനുവദനീയമായതിനേക്കാൾ കൂടുതൽ അളവിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നോ എന്ന സംശയമുണ്ട്. ഇതിനിടെ അന്വേഷണത്തിന് ജില്ലാ കളക്ടർ ഡെപ്യൂട്ടി കളക്ടർ യമുന ദേവിയെ ചുമതലപ്പെടുത്തി. അപകട കാരണം എന്തെന്ന് പരിശോധിക്കും. പോലീസിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും. സമീപ പ്രദേശത്തെ നാശനഷ്ടവും വിലയിരുത്തും. ന്യൂസ് 18 തൃശൂർ. മണ്ണാർക്കാട് തത്തേങ്ങലത്ത് വീണ്ടും പുലി ഇറങ്ങി. തത്തേങ്ങലം പുളിഞ്ചോട് മേഖലയിൽ ഇറങ്ങിയ പുലി പ്രദേശവാസിയുടെ വളർത്തുനായെ കടിച്ചുകൊന്നു. കഴിഞ്ഞ ദിവസം കോട്ടയപ്പാടത്തിറങ്ങിയ പുലി കോഴിക്കോടിനുള്ളിൽ കുടുങ്ങി ചത്തിരുന്നു. ഇന്നലെ രാത്രിയാണ് തത്തേങ്ങലത്ത് പുലി ഇറങ്ങിയത്. പുളിഞ്ചോട് സ്വദേശി മണികണ്ഠന്റെ വളർത്തുനായയെ പുലി കടിച്ചുകൊന്നു. മുൻപും ഈ മേഖലയിൽ പുലി ഇറങ്ങിയിരുന്നു. ഒരാഴ്ച മുൻപ് ഈ പ്രദേശത്തുള്ള യാത്രക്കാർ റോഡരികിൽ പുലിയെയും കുഞ്ഞുങ്ങളെയും കണ്ടിരുന്നു. രാത്രി ഒരു 9 മണിയാകുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്താണ് ഇവിടുന്ന് ശബ്ദം കേൾക്കുന്നത്. നായ്ക്കളൊക്കെ ശബ്ദം കേട്ടോക്കുമ്പോൾ ഓടി വന്ന് ഈ പശുക്കളുള്ള കാരണം കണ്ടോ ഇത് നോക്കുമ്പോൾ ഓടി വന്ന് നോക്കുമ്പോൾ ഇതിനിട്ട് കടിക്കുന്ന രംഗ കണ്ടത്, കഴുത്തിൽ പിടിക്കുന്ന രംഗ കണ്ടത്. ഞാൻ എന്നെ കണ്ടോട് കൂടിയും ലൈറ്റ് കണ്ടോട് കൂടിയും സാധനം ഇവിടുന്ന് ചാടി വാഴത്തോട്ടത്തേക്ക് ചാടി അങ്ങോട്ട് കയറിയിരുന്നു. പിന്നെ അവിടെ കുറച്ച് ദൂരം പോയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് സമീപ പഞ്ചായത്തായ കോട്ടോപ്പാടത്ത് പുലി ഇറങ്ങിയത്. കോഴിക്കൂട്ടിൽ കുടുങ്ങിയ പുലി പിന്നീട് ചത്തു. ജില്ലയിൽ പുലിശല്യവും കാട്ടാനശല്യവും രൂക്ഷമായ സാഹചര്യത്തിൽ ഇവയെ നേരിടുന്നതിന് പാലക്കാട് തന്നെ മയക്കുവെടി വിദഗ്ധർ ഉൾപ്പെടെയുള്ള സംഘം വേണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് 18 പാലക്കാട്. മലപ്പുറം നിലമ്പൂർ കരുളായിയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി. പാലങ്കര പാലത്തിന് താഴെ കരിമ്പുഴയിലാണ് കാട്ടാനക്കൂട്ടം കടന്നുപോയത്. കുട്ടികളടക്കം 11 ആനകൾ കൂട്ടത്തിലുണ്ടായിരുന്നു. നിലമ്പൂരിൽ നിന്ന് റാപ്പിഡ് റെസ്പോൺസ് ടീം എത്തിയാണ് ആനകളെ കാട്ടിലേക്ക് കയറ്റിവിട്ടത്. പാലക്കാട് എലവഞ്ചേരിയിൽ മാനിനെ ഷോക്കടിപ്പിച്ചു കൊന്ന കേസിൽ പ്രതികൾക്കായി തിരച്ചിൽ തുടങ്ങി. എലവഞ്ചേരി ഇളന്തിക്കുളമ്പിലാണ് സംഭവം ഉണ്ടായത്. പാടത്തിറങ്ങുന്ന മാനിനെ കൊല്ലാൻ മോട്ടോർപുരയിൽ നിന്നും വൈദ്യുതി ലൈൻ വലിച്ചാണ് വെള്ളത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടത്. ഇന്നലെ പുലർച്ചെ പാടത്തേക്ക് ഇറങ്ങിയ മാൻ ഷോക്കേറ്റു ചത്തു. തുടർന്ന് മാനിന്റെ ജഡം കഷ്ണങ്ങളാക്കി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വരുന്നറിഞ്ഞ മാംസകഷ്ണങ്ങൾ ചാണാക്കുഴിയിൽ തള്ളി. രഹസ്യ വിവരത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥർ മാനിന്റെ ജഡം കണ്ടെത്തി. അനധികൃതമായി വൈദ്യുതി ലൈൻ വലിച്ചതിന് KSEBയും കേസെടുത്തിട്ടുണ്ട്. പ്രദേശവാസിയും തോട്ടം ഉടമയുമായ രതീഷ് ഒളിവിലാണ്. ഒരിടവേളയ്ക്ക് ശേഷം എറണാകുളം കോട്ടപ്പടിയിൽ വീണ്ടും കാട്ടാന ശല്യം. ജനവാസ മേഖലകളിൽ ഇറങ്ങിയ ആനകൾ കൃഷി നശിപ്പിച്ചു. കോട്ടപ്പടി പഞ്ചായത്തിൽ അടുത്തിടെ കാട്ടാനയാക്രമണത്തിന് കുറവ് വന്നിരുന്നു. ഇതിന്റെ ആശ്വാസത്തിലായിരുന്നു കർഷകർ. എന്നാൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ വീണ്ടും ആനക്കൂട്ടമെത്തി. ജനവാസ മേഖലകളിൽ ഇറങ്ങിയ ആനകൾ കൃഷിയിടങ്ങൾ നശിപ്പിച്ചു. വടക്കും ഭാഗം പുല്ലുവഴിച്ചാൽ പ്രദേശത്തെ കർഷകരുടെ വാഴ, കപ്പ, റബ്ബർ തുടങ്ങിയവ കാട്ടാനക്കൂട്ടം തിന്നും ചവിട്ടിമെതിച്ചും നശിപ്പിക്കുകയായിരുന്നു. വടക്കും ഭാഗം പുല്ലുവഴിച്ചാലിലെ തെക്കനാട്ട് രവി എന്ന കർഷകന്റെ കൃഷിയിടത്തിലെ 200ഓളം വാഴകളാണ് ആനകൾ നശിപ്പിച്ചത്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇവിടെ വീണ്ടും ആനയുടെ ശല്യം കൂടി വരുന്നത്. ഏതാണ്ട് 6 മാസം മുമ്പ് വരെ ഇവിടെ ആന ഒറ്റപ്പെട്ട് വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ എണ്ണം കൂടി വന്ന് ഈ പ്രദേശത്തുള്ളവർക്ക്
ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ, കൃഷി ചെയ്ത് കർഷകൻ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും പകൽ സമയം പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. സമീപത്തെ കൃഷിയിടങ്ങളിലും സമാനമായ രീതിയിൽ കാട്ടാനയാക്രമണം ഉണ്ടായിട്ടുണ്ട്. കൃഷിനാശം മാത്രമല്ല, ജീവനും സ്വത്തിനും വരെ ആനകൾ ഭീഷണിയായിരിക്കുകയാണെന്ന് കർഷകർ പരാതിപ്പെടുന്നു. ന്യൂസ് 18 കോതമംഗലം. കണ്ണൂർ ചിറക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പത്മശ്രീ പുരസ്കാര ജേതാവ് കളരി ഗുരുക്കൾ SRD പ്രസാദിന് പൗരസ്വീകരണം നൽകി. കേരള ഫോക്ലോർ അക്കാദമിയിൽ നടന്ന പരിപാടി സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. KV സുമേഷ് MLA അധ്യക്ഷനായി. കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC ജിഷ, ഫോക്ലോർ അക്കാദമി സെക്രട്ടറി AV അജയകുമാർ, ചിറക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രുതി, T സരള എന്നിവർ പങ്കെടുത്തു. ഇടുക്കി ഇരട്ടയാറിൽ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രികൻ മരിച്ചു. ഇടിഞ്ഞമല സ്വദേശി ജോബിൻ പ്ലാന്തോട്ടത്തിലാണ് മരിച്ചത്. ഇരട്ടയാറിനും നത്തുകല്ലിനുമിടയിൽ ബൈക്കും മിനി ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഏതു നിമിഷവും പരുന്തിന്റെ ആക്രമണം ഭയന്ന ഒരു പ്രദേശം. പത്തനംതിട്ട അടൂർ ചാല നിവാസികളാണ് പരുന്തിന്റെ ആക്രമണത്തെ ഭയന്ന് വീടിന് പുറത്തിറങ്ങാൻ ഭയപ്പെട്ട് കഴിയുന്നത്. സ്ത്രീകളെയും കുട്ടികളെയുമാണ് പരുന്ത് മിക്കവാറും ആക്രമിക്കുന്നത്. ഒരു വർഷത്തോളമായി അടൂർ ചാല പ്രദേശത്ത് പരുന്തിന്റെ ശല്യം തുടങ്ങിയിട്ട്. പുറത്തു മാത്രമല്ല, വീടിനകത്തും കടന്നും പരുന്തുകൾ ആളുകളെ ആക്രമിക്കുകയാണ്. ഒരു വീടിൻ്റെ അവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ ആദ്യമേ ഒരു സ്ത്രീ ആയിരിക്കും ആക്രമിക്കുന്നത്. അതിനുശേഷം പിന്നെ അവരെന്തെങ്കിലും ഒരു പ്രത്യാക്രമണം എന്തെങ്കിലും അതിനെ ഓടിക്കുകയോ പറിക്കുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗം വിട്ട് പിന്നെ പോകത്തില്ല. പിന്നെ അവിടുന്ന് ആ ചുറ്റുവട്ടത്ത്, ആ വീടിൻ്റെ ചുറ്റുവട്ടത്ത് അവിടെ ഇവിടെയൊക്കെ മാറി ഇരുന്നുകൊണ്ട് അവിടെ പിന്നെ പുരുഷന്മാരെന്നില്ല, കുട്ടികളെന്നില്ല, മുതിർന്നവരെന്നില്ല, ആരെന്നില്ല, എല്ലാവരെയും ഉപദ്രവിക്കും. പ്രദേശത്ത് മുമ്പ് ആരോ വളർത്തിയ പരുന്തുകളാണ് ഇപ്പോൾ വില്ലനായി മാറിയിരിക്കുന്നത്. പരുന്തിന്റെ ആക്രമണത്തിൽ ചികിത്സ തേടിയവരിൽ ഏറെയും സ്ത്രീകളാണ്. ഞാൻ ഇങ്ങോട്ട് വന്നില്ല, അതിന് മുമ്പേ പരുന്ത് അങ്ങോട്ട് വന്ന് മുഖത്തടിച്ച് മൂക്കിനകത്ത് മുറിഞ്ഞു, പിന്നെ ചെവിക്കന്നത്ത് മുറിഞ്ഞു. അത് കഴിഞ്ഞ് ചെള്ളയ്ക്ക് പാടുണ്ടായിരുന്നു, പോറലൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ചോരയൊക്കെ വന്ന് പിറ്റേന്ന് പിന്നെ മുഖമെല്ലാം നീര് കൊണ്ട് 2-3-4 ദിവസത്തേക്ക് തലയ്ക്ക് വേദന ഉണ്ടായിരുന്നു. പിന്നെ മരുന്നൊക്കെ ചെയ്ത് ഇഞ്ചക്ഷനൊക്കെ ചെയ്തപ്പോൾ അതിലിച്ചിരി ആശ്വാസം കിട്ടി. ആക്രമണകാരികളായ 2 പരുന്തുകളെ നാട്ടുകാർ തന്നെ പിടികൂടി വനം വകുപ്പിന് കൈമാറി. ബാക്കിയുള്ളവയെ ഉടൻ പിടികൂടി പ്രദേശത്ത് നിന്ന് മാറ്റണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. കൊച്ചി നഗരത്തിൽ ബൈക്കിലെത്തി മാല മോഷ്ടിച്ചയാൾ പിടിയിൽ. പാലക്കാട് ആലത്തൂർ സ്വദേശി രതീഷാണ് പിടിയിലായത്. ആലുവയിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് ഇയാൾ. 1 മാസത്തിനിടെ പാലാരിവട്ടം, എളമക്കര എന്നിവിടങ്ങളിലായി 4 സ്ത്രീകളുടെ മാല പിടിച്ചു പറിച്ചിരുന്നു. പുലർച്ചെ റോഡിലിറങ്ങുന്ന സ്ത്രീകളുടെ മാല മുളകുപൊടി വിതറിയ ശേഷമാണ് പൊട്ടിക്കുന്നത്. ഓൺലൈൻ പോർട്ടലിലൂടെ കോന്നി മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടർക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ പ്രതി പിടിയിൽ. തൃശൂർ കരുവണൂർ സ്വദേശി ഷുഹൈബ് എന്ന 21-കാരനാണ് ആറന്മുള പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത്. ആരോഗ്യവകുപ്പിന്റെ സഞ്ജീവനി ടെലിമെഡിസിൻ സൈറ്റിൽ സേവനം നടത്തുകയായിരുന്ന വനിതാ ഡോക്ടർക്ക് നേരെയാണ് രോഗി എന്ന വ്യാജേന ലോഗിൻ ചെയ്ത യുവാവ് നഗ്നതാ പ്രദർശനം നടത്തിയത്. കരവിരുതിൽ വിസ്മയം തീർക്കുന്ന ഭാനുമതിയമ്മയെ പരിചയപ്പെടാം. തൊടുപുഴ കോലാനി സ്വദേശിനിയാണ് ഭാനുമതിയമ്മ. കോലാനി പഞ്ചവടിപ്പാലത്തെ ഭാനുമതിയമ്മയുടെ വീട്ടിൽ ചെന്നാൽ പലതരം പഴങ്ങൾ നിറച്ച പാത്രങ്ങൾ മേശമേൽ കാണാം. എന്നാൽ ഇവയെല്ലാം ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ ചൈന ക്ലേ ഉപയോഗിച്ച് ഭാനുമതിയമ്മ നിർമ്മിച്ചവയാണ്. കരവിരുതിന്റെ മനോഹര കാഴ്ചകളാണ് ഈ വീട് നിറയെ.
ഉണക്കപ്ലാവില, കമുകിൻ കൂമ്പാള, പാള, ചകിരി, അടയ്ക്കാത്തൊണ്ട്, എന്തിനേറെ പറയുന്നു വറ്റൽമുളകിന്റെ ഞെട്ടുപോലും ഭാനുമതിയമ്മ എന്ന കലാകാരിയുടെ അസംസ്കൃത വസ്തുക്കളാണ്. വലിയ വെള്ളത്തുണികളിൽ നൂൽ കൊണ്ടും പെയിന്റ് കൊണ്ടും ശ്രീനാരായണ ഗുരുവിന്റെ ചെമ്പഴന്തിയിലെ വീട് മുതൽ മതമൈത്രിയും ദേശീയതയുണർത്തുന്ന കലാസൃഷ്ടികളുമാണ് ഭാനുമതിയമ്മ തയ്യാറാക്കിയിട്ടുള്ളത്. കൃഷി ചെയ്യാൻ പറ്റാതെ വന്നു. അന്നേരം ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇത് തന്നെയാണ്, വലിയ അധ്വാനമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യാൻ തുടങ്ങി. 4 വർഷം മുൻപ് തൊടുപുഴയിലുണ്ടായിരുന്ന ഒരു മ്യൂറൽ ചിത്രകലാകാരന്റെ ശിഷ്യയായി അതിലും പ്രാവീണ്യം നേടി. ഫാഷൻ ഡിസൈനറായ മൂത്തമകൾ ദീപയുടെയും സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ഇളയമകൾ സന്ധ്യയുടെയും പൂർണ്ണ പിന്തുണയോടെ കൃഷിയും കലയുമായി കഴിയുകയാണ് ഈ 72കാരി. ന്യൂസ് 18 ഇടുക്കി. കാവുകളിലും ക്ഷേത്രങ്ങളിലും കളിയാട്ടങ്ങൾ തുടങ്ങിയതോടെ കാസർഗോഡ് തൃക്കരിപ്പൂർ മണിയാട്ട് സ്വദേശി ആലയിൽ ഭാസ്കരൻ തിരക്കിലാണ്. ഉത്തരമലബാറിലെ തെയ്യക്കോലങ്ങൾക്ക് വേണ്ട നിറമാർന്ന ഉടുപ്പുകൾ ഒരുക്കുന്ന അപൂർവം കലാകാരന്മാരിൽ ഒരാളാണ് ഭാസ്കരൻ. അറുപത് പിന്നിട്ട ഭാസ്കരൻ ഇന്ന് ഈ രംഗത്തെ അപൂർവം കലാകാരന്മാരിൽ ഒരാളാണ്. തൻ്റെ കൊച്ചുവീട്ടിലെ മുറിയിലിരുന്നാണ് ഇദ്ദേഹം തെയ്യങ്ങൾക്ക് നിറവസ്ത്രങ്ങൾ നെയ്യുന്നത്. ഈ കരവിരുത് തേടി തെക്ക് വടകര മുതൽ വടക്ക് സുള്ളിയ വരെയുള്ള നിരവധി തെയ്യം കലാകാരന്മാർ എത്താറുണ്ട്. അതേസമയം ഈ മേഖലയിൽ പുതുതലമുറയിലുള്ളവർ തൊഴിലെടുക്കാൻ എത്തുന്നില്ലെന്ന് ഭാസ്കരൻ പറയുന്നു. സീസൺ സമയത്ത് ഇഷ്ടം പണിയും കാര്യങ്ങളുണ്ടാവും. പിന്നെ എല്ലാ സമയത്ത് ഇപ്പോൾ 4 മണിക്കും മറ്റു കാര്യങ്ങൾക്ക് പോകും. ഈ പഠിക്കുന്ന ഈ ആൾക്കാരില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. ആരും പിന്നെ ഈ ഇതിൽ വരുന്നില്ല. ഇപ്പോൾ വിളിച്ചാലും വരുന്നില്ല, എടുക്കാനില്ല, താല്പര്യക്കുറവ്, ഒപ്പിച്ചു പോലെ തന്നെ. അതായത് പിന്നെ ഏകദേശം വടകര മുതൽ മറ്റേ നമ്മൾ കർണാടക ബോർഡർ വരെ വരെ എടുത്ത് ആക്കും. തെയ്യത്തിന്റെ നിറപ്പൊലിമയ്ക്ക് അഴകു കൂട്ടുന്നവയാണ് ഉടയാടകൾ. പൂക്കട്ടി, വിതാനത്തറ, കാണിമുണ്ട് തുടങ്ങിയ ഉടയാടകൾക്ക് കൃത്യമായ അളവും രൂപവും ഉണ്ട്. പ്രത്യേകതരം തുണിയിൽ ഞൊറികൾ ഉണ്ടാക്കി അലങ്കാരങ്ങൾ നൽകി നിർമ്മിച്ചെടുക്കുക എന്നത് ശ്രമകരമായ ജോലിയാണ്. ഇവയ്ക്ക് പുറമെ കൊടിക്കൂറകളും മേലാപ്പുകളും ഇദ്ദേഹം ഉണ്ടാക്കി നൽകുന്നുണ്ട്. ന്യൂസ് 18 തൃക്കരിപ്പൂർ. ആറ്റിങ്ങൽ മുതാക്കൽ ഗ്രാമപഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയവുമായി BJP. എന്നാൽ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ക്വാറം തികയാത്തതിനാൽ പ്രമേയം ചർച്ചയ്ക്കെടുത്തില്ല. 20 അംഗ ഭരണസമിതിയിൽ 13 പേരും വിട്ടുനിന്നതോടെ അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാൻ കഴിയാതെ വന്നു. CPM 4, CPI 2, കോൺഗ്രസ് 5, സ്വതന്ത്രർ 2, BJP 7 എന്ന നിലയിലാണ് മുതാക്കൽ ഗ്രാമപഞ്ചായത്തിലെ കക്ഷിനില. BJP അംഗങ്ങൾ മാത്രമാണ് അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് എത്തിയത്. ഇടുക്കി കാൽവരി മൗണ്ട് ടൂറിസം മേള സമാപിച്ചു. സമാപന സമ്മേളനം MM മണി MLA ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന്റെയും കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ 10 ദിവസമായിട്ടായിരുന്നു മേള. ജില്ലയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ചാണ് ടൂറിസം മേള സംഘടിപ്പിച്ചത്. സമാപന യോഗത്തിൽ കാമാക്ഷി പ്രസിഡന്റ് അനുമോൾ വിനേഷ് അധ്യക്ഷത വഹിച്ചു. വേനലിലും ജലസമൃദ്ധിയിലാണ് കോഴിക്കോട് വടകര കോട്ടപ്പാറ മലയിലെ കിണറുകൾ. ഇവിടെ 20 സെന്റ് സ്ഥലത്തോട് 15 കിണറുകളാണുള്ളത്. ഈ കിണറുകൾ കുഴിക്കാൻ താഴ്വരയിലുള്ളവർ എത്തുന്നത് പതിവാണ്. വടകര കോട്ടപ്പള്ളിയിലെ കോട്ടപ്പാറമല 1ഉം 2ഉമല്ല കിണറുകൾ. 20 സെന്റ് സ്ഥലത്ത് മാത്രം 15 കിണറുകളാണുള്ളത്. വേനലിൽ 13 കിണറിലും വെള്ളം കിട്ടും. സമുദ്രനിരപ്പിൽ നിന്ന് ഏറെ ഉയരമുള്ള ഈ പ്രദേശത്ത് എങ്ങനെ ഇത്രയേറെ വെള്ളം ലഭിക്കുന്നു എന്നത് അത്ഭുതവും കൗതുകവുമാണ്. കുന്നിൻ പ്രദേശമല്ലേ ഇത്. അപ്പം കുന്നുറവാണ് ഇവിടെ കംപ്ലീറ്റ്. കുന്നുറവ് കാരണം വെച്ചാൽ മേലെ നിന്ന് വലിയ ഉയരമുള്ള സ്ഥലമായതുകൊണ്ട് അവിടെ ഇറങ്ങുന്ന വെള്ളം കിണറ്റിലേക്ക് വരുന്ന താഴെ. ഇപ്പോൾ ഉപയോഗിക്കുന്ന കിണർ 10-13 എണ്ണം ഉണ്ട്. മൊത്തത്തിൽ 15 എണ്ണം ഉണ്ട്. 15-16 എണ്ണം ഉണ്ട്. പക്ഷേ സ്ഥിരമായിട്ട് നന്നായിട്ട് ഉപയോഗിക്കുന്നത് 13 എണ്ണം കൃത്യമായിട്ടുണ്ട്. നല്ല വെള്ളം, ശുദ്ധമായ വെള്ളം കിട്ടുന്ന കിണറുകൾ. ഇവിടെ കിണർ കുഴിച്ചാൽ വീട്ടിൽ ടാങ്കും മോട്ടോറും വേണ്ട. ചെറിയ പൈപ്പ് ഘടിപ്പിച്ചാൽ വെള്ളമൊഴുക്കാം. നാട്ടുകാർക്കെല്ലാം ഭയങ്കര പ്രയോജനമില്ലേ ഇതെന്ന് വെച്ചാൽ മഴക്കാലത്ത് മാത്രമല്ല, വേനൽക്കാലത്ത് കുംഭം മീനം മേടമാസത്തിലുള്ള ഭയങ്കര ചുട്ടുപൊള്ളുന്ന വെയിലത്തും ഈ പ്രദേശത്തുള്ള വെള്ളം അങ്ങനെ തന്നെ നിലനിന്നിട്ട് നല്ല ഇളനീര് വെള്ളം പോലത്തെ വെള്ളം, ശുദ്ധമായ വെള്ളം പലർക്കും ഉപകാരപ്പെടുന്നുണ്ട്. കിണറുകൾക്ക് ആഴം കുറവാണ്. മഴക്കാലത്ത് വെള്ളം നിറഞ്ഞു കവിയും. അരീക്കുളങ്ങര രാജൻ, നിരയിൽ ബാബു തുടങ്ങിയവരുടെ ഉടമസ്ഥതയിലാണ് ഭൂമി. മറ്റുള്ളവർക്ക് കിണർ കുഴിക്കാൻ ഇവർ സൗകര്യം ചെയ്തു നൽകും. പാറയുടെ പരിസരത്തും ആളുകൾ കിണർ കുഴിക്കുന്നുണ്ട്. താഴ്വാരത്ത് താമസിക്കുന്ന ശുദ്ധജലം ലഭിക്കാത്തവരാണ്
ഈ മലയിലെ കിണറുകളെ ആശ്രയിക്കുന്നത്. കോട്ടപ്പാറ മലയിൽ താമസിക്കുന്നവർക്കും അതിന് താഴ്വരയുള്ളവർക്കും ഒരാശങ്കയും ഈ വേനലിലുമില്ല. അവർക്ക് ഇഷ്ടം പോലെ വെള്ളം കിട്ടാൻ 13 കിണറുകൾ ഇപ്പോഴുമുണ്ട്. കെ സുഷാന്ത്, ന്യൂസ് 18 വടകര. കോട്ടയത്ത് വീട്ടുപറമ്പിൽ അവശനിലയിൽ ദേശാടന കിളിയെ കണ്ടെത്തി. പെലിക്കണുകൾ കൂടുകൂട്ടിയിരുന്ന കുറിച്ചിക്ക് സമീപമാണ് ഒരു പെലിക്കണെ അവശനിലയിൽ കണ്ടെത്തിയത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി പക്ഷിയെ കൊണ്ടുപോയി. സംരക്ഷിത വിഭാഗത്തിൽപ്പെട്ട പക്ഷിയാണ് പെലിക്കൺ. രാജ്യങ്ങൾ താണ്ടിയാണ് ഇവ കേരളത്തിലെത്താറുള്ളത്. ഈ വർഷം കോട്ടയം കുറിച്ചിയിലെ പാടത്തിന് സമീപം ഇവ കൂട്ടമായി കൂടുകൂട്ടിയിരുന്നു. ഇതിന് സമീപത്തുള്ള വീട്ടുമുറ്റത്താണ് പറക്കുന്നതിനിടയിൽ പക്ഷി തളർന്നു വീണത്. വൈകുന്നേരത്തോടെയാണ് സംഭവമുണ്ടായത്. നാട്ടുകാർ വിവരമറിയിച്ചതോടെ രാത്രി വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പക്ഷിയെ കൊണ്ടുപോയി. സാധാരണ ഉയരത്തിൽ പറന്നു പോകാറുള്ള പക്ഷിയെ കാണാൻ നാട്ടുകാരും കൂടി. പക്ഷി തളർന്നു വീഴാനുണ്ടായ കാരണം പരിശോധിച്ച് ചികിത്സ നൽകാനാണ് ഉദ്യോഗസ്ഥരുടെ ശ്രമം. ന്യൂസ് 18 കോട്ടയം. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.